ഹായ് ഗുഡ് മോർണിംഗ്. എന്താണ് ഒരു വള്ളിക്കൂടിൽ ഇരിക്കുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും മനോഹരമായൊരു വള്ളിക്കൂടിൽ. ആ വള്ളിക്കൂടിൽ നിറയെ കിളികളുടെ കൂടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഭംഗിയല്ലേ. എന്നാൽ ഇതിലേറെ ഭംഗിയുള്ളൊരു കാഴ്ച കാണിച്ചു തരട്ടെ. ഇതിൻ്റെ പുറത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇത് കണ്ടോ, ഇതാണ് ആ പറഞ്ഞ മനോഹരമായ കാഴ്ച. ആ വള്ളിക്കൂടിൽ അത്രയും മനോഹരമാണെങ്കിൽ അതിലേറെ ഇരട്ടി മധുരം ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ഒരു കളർ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്കിട്ട്, പ്രത്യേകിച്ച് ലേഡീസിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് പിങ്ക്, ബേബി പിങ്ക് അല്ലെങ്കിൽ ലേഡീസ് പിങ്ക് എന്നൊക്കെ പറയുന്ന കളർ. 1.5 മാസം കഴിഞ്ഞ് ഫ്ലവറായിട്ട്. എന്തായാലും ഈ പ്ലാന്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് അറിയാം. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ പ്ലാന്റ് ഉണ്ടായിരുന്നില്ല. 20 വർഷം മുമ്പ് ഈ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തതാണ്. എന്തായാലും കോഞ്ചിയ, സാൻഡ് പേപ്പർ വൈൻ, പെട്രിയ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഈ മനോഹര കാഴ്ചകൾ ഇതിലേറെ ഭംഗിയിൽ നമുക്ക് കാണാൻ ഒരു അവസരമുണ്ട്. അപ്പോൾ ചോദിക്കുക, ഇത് എവിടെയാണ് എന്താണെന്ന്. അതെ, നമ്മുടെ സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് അമ്മായിപ്പാലത്ത് തണ്ടേക്കാട് ഏലിയാസേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഏലിയാസേട്ടൻ്റെ ഒരു റിസോർട്ടിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ റിസോർട്ട് കാണാൻ നമുക്കൊരു അവസരം വന്നിട്ടുണ്ട്. തീർച്ചയായും ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ്, വീട് എങ്ങനെയാണെങ്കിൽ റിസോർട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നല്ലോ. അതെ, കഴിഞ്ഞ വർഷം ഈ വീടിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചതായിരുന്നു ആ റിസോർട്ടിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുമെന്ന്. അതെ, മനോഹരമായ ഒരു ദൃശ്യ വിരുന്നോട് കൂടിയ നല്ല ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരല്പം ലോങ് വീഡിയോ ആണ്, പക്ഷേ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായമാണ്. ആ അഭിപ്രായം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ തീർച്ചയായിട്ടും തോന്നും. അതേപോലെ ഈ വീടിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും ഈ വീഡിയോയുടെ റിലേറ്റഡ് വീഡിയോയിൽ ഞാൻ നമ്മുടെ റിസോർട്ടിൻ്റെ വീഡിയോ പിൻ ചെയ്ത് വെക്കാം. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.